ഇന്നൊരു മന്ത്രി എഴുന്നേറ്റ് നിന്നിട്ട് പറയാ സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം എന്നുള്ള ഒരു മന്ത്രി എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ പ്രസംഗിക്കുക. അങ്ങനെ ഇനി ഫോട്ടോ കണ്ടതിന്റെ പേരിലാണെങ്കിൽ പിണറായി വിജയന്റെ വീട് അങ്ങ് റെയ്ഡ് ചെയ്തോട്ടെ, എളുപ്പമുണ്ടല്ലോ, അത്ര ദൂരെ പോകാൻ വേണ്ടി കാത്തുക്കണ്ടല്ലോ. ഫോട്ടോ ഒപ്പം കണ്ടതിന്റെ പേരിലാണെങ്കിൽ എത്ര തവണ ചെയ്യണം നിങ്ങൾ? ഒപ്പം ഫോട്ടോ കണ്ടതിന്റെ പേരിലാണെങ്കിൽ പിണറായി വിജയന്റെ ഫോട്ടോവും വീഡിയോ ഒപ്പം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ റെയ്ഡ് ചെയ്തോ? ഫോട്ടോ ഉള്ളതിന്റെ പേരിലല്ല കോൺഗ്രസ് ഇത് പറയുന്നത്, ഈ കൊള്ളയിലെ ഇൻവോൾവ്മെന്റിന്റെ പേരിലാണ്, അതിന്റെ പങ്കാളിത്തത്തിന്റെ പേരിലാണ് മുൻ മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇതിന് മുമ്പത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കണമെന്ന് കോൺഗ്രസ് ഇവിടെ പറയുന്നത്, UDF ഇവിടെ പറയുന്നത്, കോടതി ഇവിടെ പറയുന്നത്. കോടതിക്ക് പോലും വലിയ സംശയങ്ങൾ വരുന്ന തരത്തിലുള്ള ഒരു കൊടിയ തട്ടിപ്പിന് നേതൃത്വം നൽകുമ്പോ കേരളത്തിന്റെ ദേവസ്വം ഭരിച്ചിരുന്നത് അടൂർ പ്രകാശ് അല്ല, കേരളത്തിന്റെ ദേവസ്വം ഭരിച്ചിരുന്നത് സോണിയാഗാന്ധി അല്ല. ഇന്നിപ്പോ അവിടുത്തെ മുൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിൽ കൊണ്ടുപോയി സമ്മാനം കൊടുക്കുന്നതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ കൊള്ള എന്നുള്ളത് ഭരണകൂടത്തിന്റെ പരമമായ ലക്ഷ്യമായി മാറുമ്പോ അവിടെ തേങ്ങ ഉടക്കുമ്പോ ഇവിടെ ചിരട്ട ഉടക്കാൻ നിൽക്കുന്ന ആളുകളോട് പറയുന്നു ഇത് രണ്ടും ഉടയും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കൊള്ളയ്ക്കും അഴിമതിക്കും കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണല്ലോ ഈ ഭീഷണി നടക്കുന്നത്. പാർട്ടിയെ CPM-ന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ കഴിയില്ല എന്ന് നിലപാടെടുക്കുന്നതിന്റെ പേരിലാണല്ലോ പേന കത്തിക്കാട്ടുന്നത്. ആ ജനാധിപത്യ വിരുദ്ധതയെ പൊതുസമൂഹം ചോദ്യം ചെയ്യും. ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിരന്തരം ഞങ്ങൾ ഉന്നയിക്കും. ഈ കോഴിക്കോട് ജില്ലയിലും കേരളത്തിലും അനിവാര്യമായ മാറ്റമുണ്ടാകുമ്പോ ആ മാറ്റത്തിന് ചേരുന്ന തരത്തിൽ ഇവിടെ നടന്ന നിയമലംഘനങ്ങളെ അത് പുറത്തു കൊണ്ടുവരും. അത് നേതൃത്വം നൽകിയ ആളുകൾ അവർക്കെതിരെ നടപടികൾ ഉണ്ടാകും. അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർ അതിന് മറുപടി പറയേണ്ടി വരും. അതിന് സംരക്ഷണം ഒരുക്കുന്ന പാർട്ടി ഗുണ്ടകൾ അവരും നടപടികൾ നേരിടേണ്ടി വരും. അതിന് നേതൃത്വം നൽകാൻ തയ്യാറായി പോലീസിൽ ഇനി ആരെങ്കിലും ആ പണിയെടുക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അവരും, ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവരും നിയമപരമായ നടപടികളും മറുപടികളും നേരിടേണ്ടി വരും. DCC ഇത് KPCCയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, കാര്യഗൗരവത്തോടെ ഇത് ഏറ്റെടുക്കുന്നു. ഇത് ഉചിതമായ അർഹമായ ഗൗരവത്തോടെ തുടർ നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ധർണ 4 വ്യക്തികൾക്ക് വേണ്ടിയുള്ളതല്ല. ഇവിടുത്തെ സഹകരണ സംവിധാന രംഗത്ത് നടക്കുന്ന ഇത്തരം ഗുണ്ടായിസത്തെ അതിനെ ചോദ്യം ചെയ്യാനുള്ള പൊതുസമൂഹത്തിന്റെ പിന്തുണ തേടിയിട്ടുള്ള ഒരു പ്രതിഷേധമാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ധർമ്മസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു.